ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടാക്കുന്നത് മീൻകറിയാണ്. അപ്പം മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് സാധാരണ ഒരു മീൻകറി. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കുന്ന കാണാം കേട്ടോ. അതിനെ ചട്ടി അടുപ്പേ വെച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് ചൂടായി കടുകിട്ടു കുറച്ച് ഉലുവായും കൂടെ ചേർക്കുന്നുണ്ട്. രണ്ടും കൂടെ ഒന്ന് ചൂടായി പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഇഞ്ചി എടുത്ത് ഒന്ന് ചൂടാകട്ടെ. അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വെളുത്തുള്ളി ചേർക്കാം. അപ്പോൾ അത് ഇഞ്ചി ഒന്ന് നന്നായിട്ട് കഴിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചേർക്കുവാണ്. വെളുത്തുള്ളിയും കൂടെ അങ്ങ് ചേർക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. അതുവരെ നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2-3-4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കറിവേപ്പിലയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള മസാലകൾ ചേർക്കണം. മെയിനായിട്ട് മീൻകറിക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് മെയിനായിട്ട് മീൻകറിക്ക് എടുക്കുന്നത്. പിന്നെ തേങ്ങ അരച്ച് വെക്കാത്ത കറിക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർക്കും. ഇപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മളിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 1 കിലോ മീനാണ് കറി വെക്കുന്നത്. അതിനായിട്ട് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ പുളി നന്നായിട്ട് കഴുകി അതൊരു പാത്രത്തിൽ വെള്ളം കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യം 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്താണ്. അപ്പോൾ പെട്ടെന്ന് പുളി ഇറങ്ങിക്കോളും. മുളക് മൂത്തിട്ടുണ്ട്. അതുകൊണ്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റുവാണ്. പിന്നെ കറിക്ക് ഇപ്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മിക്കവാറും ഇവിടെ തേങ്ങ അരച്ച് വെക്കുന്നതാണ് കറി. അപ്പോൾ ഇന്നിപ്പം മുളക് മൂപ്പിച്ചാണ് കറി വെക്കുന്നത്. അതുകൊണ്ട് കറിക്ക് ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. തേങ്ങ അരച്ച് വെക്കുന്നത് നല്ലതാണ്. കറിക്ക് കൊഴുപ്പും ടേസ്റ്റും കൂടുതൽ കിട്ടും. അപ്പം നമ്മളിവിടെ പുളിക്കകത്ത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഉപ്പും പുളിയും കൂടെ മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ പുളി ഇറങ്ങിക്കോളും. അതും കൂടെ നമ്മുടെ ഗ്രേവിയായിട്ട് അതാണ് വേറെ വെള്ളം ചേർക്കുന്നത്. ഇത് ഗ്രേവി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളൂടെ ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളയ്ക്കും. അതാണ് നമ്മൾ കഴുകി നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിടാം. ഇത്രയേ ഉള്ളൂ. ഈ മീൻകറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരിപ്പയിൽ വാങ്ങാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി. ഇതാണ് നമ്മുടെ വീട്ടിൽ വെക്കുന്ന സാധാരണ മീൻകറി. സിമ്പിൾ മീൻകറി എന്നും പറയാം. ഇപ്പോൾ എല്ലായിടത്തും അതിൻ്റെ അരപ്പം നിർത്താൻ വേണ്ടി ചുമ്മാ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.